ശ്രീ രാഹുൽ ഈശ്വർ ഇപ്പോൾ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, നിർണായകമായ ആ വിവരം പുറത്തു വരുന്നു. ഇതുവരെ സർക്കാർ ഈ വിഷയത്തിൽ എന്താണ് തങ്ങളുടെ നിലപാടെന്ന് കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല, അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ ഇതൊരു പ്രഖ്യാപനമായി മാറുന്നു. പരിശോധനാ ഹർജിയെ അനുകൂലിക്കുന്നവർക്കൊപ്പം സർക്കാരും കോടതിയിൽ ഹാജരാകും. അത് മിക്കവാറും നമ്മുടെ നാട്ടിൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ദിവസം തന്നെയാണ്. സർക്കാരിന്റെ നിലപാട് മാറ്റം സ്വാഗതം ചെയ്യും. വിശ്വാസത്തിന്റെ ചേരിയിലേക്ക്, വിശ്വാസികളുടെ ചേരിയിലേക്ക് ശബരിമല പ്രക്ഷോഭത്തിന് വേണ്ടി ആദ്യം അറസ്റ്റിലായ വ്യക്തി എന്ന നിലയിൽ കേരള സർക്കാരിനെ, ഇടതുപക്ഷ സർക്കാരിനെ സ്വാഗതം ചെയ്യുന്നു. നന്ദിയേ ഉള്ളൂ അവരോട്. അവർക്ക് രാഷ്ട്രീയപരമായി എതിര് നിൽക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഈ വിഷയത്തിൽ ഞങ്ങൾക്കാർക്കും രാഷ്ട്രീയമില്ല. ഞങ്ങളൊക്കെ 2018 പറഞ്ഞ നിലപാട്, ജയിലിൽ പോയി തല്ലുകൊണ്ട് അടിമേടിച്ച് തെരുവിൽ പോരാടിയ നിലപാട് ശരിയാണെന്ന് സർക്കാർ സമ്മതിച്ചതിന് സന്തോഷം. ഇനിയെങ്കിലും CPM-ന്റെ പ്രതിനിധികൾ ചാനൽ ചർച്ചയെ വന്നിട്ട് ഇല്ലാത്ത കള്ളം പറയരുത്. അവരന്ന് നിർമ്മിച്ച വനിതാ മതിൽ തെറ്റായിരുന്നു, അല്ലെങ്കിൽ അവർ അന്ന് ഉയർത്തിയ നിലപാട് തെറ്റായിരുന്നു എന്ന് പറയാൻ ഒരു മാന്യത വേണം. ഇനി ഇലക്ഷന് തെറ്റാണെന്നുള്ള വാക്ക് കടുപ്പിക്കുവാണെങ്കിൽ വേണ്ട, അയ്യപ്പ വിശ്വാസികളാണ് ശരി എന്ന് പറഞ്ഞാലും മതി. അപ്പോ ഇത് അയ്യപ്പ വിശ്വാസികളുടെ ഏറ്റവും വലിയ വിജയമാണ്. ഞങ്ങളടക്കമുള്ളവർ പോരാടിയതിന് കാലം ഞങ്ങൾക്ക് തന്ന സമ്മാനമാണ്. ഈ സർക്കാർ അനുകൂലിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ശബരിമലയെ ഫൈറ്റ് ചെയ്യിക്കും. ഞാനടക്കം ഒരുപാട് കക്ഷികളുണ്ട്. പക്ഷെ സർക്കാരും കൂടെ മാറി വന്നതിൽ ഒരു സന്തോഷമുണ്ട്, ചാരിതാർത്ഥ്യമുണ്ട്. ഞങ്ങളെല്ലാം അനുഭവിച്ച വേദനയ്ക്ക് ഒരു കൃതാർത്ഥ്യം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോ വളരെ സന്തോഷം സർക്കാരിന്റെ ഈ നിലപാട് മാറ്റത്തിൽ. ഞങ്ങളുടെ ചേരിയിൽ നിന്ന് അവർ നല്ല രീതിയിൽ ഞങ്ങൾക്ക് വേണ്ടി വാദിക്കട്ടെ. ഇനി അവരുടെ വാദങ്ങൾ കൃത്യമാകണം. ഇനി അവർ ഏതെങ്കിലും രീതി മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി വാദിക്കരുത്. അതായത് ഒരു കമ്മിറ്റിക്ക് കൊടുക്കണം, കോളേഴ്സിനെ ഒന്നും ഉണ്ടാകണം, അങ്ങനെയൊക്കെ വാദിക്കുമായിരിക്കും. പക്ഷെ അതൊന്നും അല്ല പോയിന്റ്. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. അതുകൊണ്ട് യുവതികൾക്ക് ഒരു പ്രായ നിയന്ത്രണമുണ്ട് എന്ന് ഞങ്ങൾ 8 വർഷമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദഗതി സർക്കാരിന്റെ അഡ്വക്കേറ്റിന്റെ വായിൽ നിന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഒരു വരി കൂടെ പറഞ്ഞോട്ടെ. കഴിഞ്ഞ തവണ ദേവസ്വം ബോർഡ് ശബരിമലയെ വീഴുന്ന കാശെടുത്ത് ശബരിമലക്കെതിരെയും അയ്യപ്പസ്വാമിക്കെതിരെയുമാണ് വാദിച്ചത്. ഇന്ന് എല്ലാവരുടെയും സർക്കാർ അയ്യപ്പസ്വാമിയെ പിന്തുണയ്ക്കുന്നതിൽ സന്തോഷം. ഇനി അതിലൊരു പോളിസി പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ബാധിക്കുന്ന ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. എല്ലാ മതങ്ങൾക്കും വിശ്വാസങ്ങൾക്കും അയ്യപ്പൻ ഒരു പരിചയമായി മാറുകയും ആർട്ടിക്കിൾ 25-നെ സംരക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാം. സ്വാമിയെ ശരണം അയ്യപ്പ.